ഹലോ, നമസ്തേ. ഇന്നലത്തെ മാല പൂർത്തിയാക്കി വരുന്നു. ഏകദേശമായി. അവസാനത്തെ കാര്യം ഞാൻ കാണിച്ചിരുന്നില്ലല്ലോ. അപ്പം ഞാനിവിടെ തുടങ്ങുമ്പോൾ ഞാൻ നൂല് കുറച്ച് ഇവിടെ വെച്ചിരുന്നല്ലോ. ആ നൂല് നല്ലപോലെ പശ കുറച്ച് കട്ട് ചെയ്ത് അത് പോക്കുകയാണ്. അത് അവിടെ ആവശ്യമില്ല. എന്നിട്ട് ഞാൻ ഇവിടെയും ഗമ്മാക്കി. ഇവിടെ നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ഗമ്മായതല്ലേ എൻ്റെ മേലെ പറ്റി. ഇവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഗമ്മാക്കി ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഒരു 2 മിനിറ്റ് ഉണങ്ങാൻ വെക്കുകയാണ്. പിന്നെ ഈ ബാക്കി വരുന്ന നൂല് കുറച്ച് കുറച്ച് കയ്യിലായാലും സാരമില്ല. 2 സൈഡിലും തിരിച്ചിട്ടും ഇവിടെ ഒരു ഡ്രോപ്പ് ആക്കണം. ഇവിടെയും ഒരു ഡ്രോപ്പ് ആക്കണം. അതേപോലെ മറ്റേ സൈഡിലും. ഇവിടെ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തിരിച്ചിട്ടാക്കുന്നതാണ്. കുറച്ച് നേരത്തെ ഇവിടെ നൂലിൻ്റെ അറ്റമൊക്കെ ബാക്കി വരുന്നത് ഇതപ്പം തന്നെ ഗമ്മ പൂട്ടിയിട്ട് വെക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകും. ഇതിനുള്ളിലാക്കിയിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി എന്തെങ്കിലും നൂലിൻ്റെ അറ്റമുണ്ടെങ്കിൽ അവിടെ തന്നെ ഈ സ്റ്റോണിൻ്റെ മേലെയോ ഇതിൻ്റെ മേലൊന്നും ആവാതെ, അല്ല മുത്തിൻ്റെ മേലൊന്നും ആവാതെ ഒന്ന് പിരിച്ചിട്ട് അവിടെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഉണങ്ങാൻ വയ്ക്കുക. അതേപോലെ ഈ സൈഡും. ഇവിടെ ഞാൻ ആ വിരൽ വിട്ട് വെക്കുന്ന വെച്ചാൽ ഗമ്മായ വിരൽ മുത്തിൻ്റെ മേലാവാതിരിക്കാൻ. ഇത് ഏകദേശം ഉണങ്ങി. ഞാൻ കുറച്ച് നേരത്തെ ചെയ്തിട്ടുണ്ട്. അറ്റം ബാക്കി അധികം നൂല് ഏറ്റവും അടുത്തായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. കുറച്ചൊരു ഇഞ്ചെങ്കിലും കുറച്ച് അവിടെ വേണം. അതിങ്ങനെ ചുറ്റിയിട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടിലും ഇത്ര സ്ഥലത്തെ നൂല് കാണുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഗമ്മെടുത്തിട്ട് ഒന്നും കൂടി ഒരു ഡ്രോപ്പും കൂടി ആക്കുക. ഒരു ഡ്രോപ്പും കൂടി ഗമ്മ് അവിടെ ആക്കി കഴിഞ്ഞ്, ഒരു ഡ്രോപ്പ് മതി. 2 സ്ഥലത്തും ഓരോ ഡ്രോപ്പ്. അവിടെ നമുക്ക് ഈ ചക്കിരി ഉണ്ടല്ലോ, ചക്കിരി ചിലപ്പോൾ നമ്മൾ ഡാമേജ് ആയത് മാറ്റി വെച്ചതൊക്കെ ഉണ്ടാവും. കാരണം ഒരു സൈഡ് കറുപ്പ് നിറം അത് ഒട്ടി നിൽക്കുന്നത് കാരണമാണ്. ഇനി അതല്ലെങ്കിലും നല്ലത് വെച്ചാലും കുഴപ്പമില്ല. അത് നമ്മൾ മാറ്റി വെക്കുന്ന, ഇതിപ്പോൾ ഞാൻ നല്ലത് തന്നെയാണ് വെക്കുന്നത്. അതെടുത്തിട്ട് അവിടെ ഒന്ന് വയ്ക്കുക. അപ്പോൾ ആ നൂല് കാണില്ല. 2 സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും വെക്കണം. ഇതൊന്നൊരു മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട്, ഇത് നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒന്ന് കത്രിക കൊണ്ടോ എന്തെങ്കിലും വെറുതെ ഒന്ന് ലേശം ഒന്ന് അമർത്തി കൊടുത്താൽ മതി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും അത് മറ്റേ സൈഡിലും അതേപോലെ വെച്ച് കൊടുക്കുക. മറ്റേ സൈഡിലും തിരിച്ച് വെച്ച് അവിടെ കുറച്ച് നൂല് കാണുന്നുണ്ടല്ലോ. ഒരു ഡ്രോപ്പ് മതി, അധികം വേണ്ട. ഒട്ടിക്കഴിഞ്ഞ് നൂല് ആദ്യം തന്നെ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇതിന് മുമ്പ് നൂല് ഉറച്ച് നിൽക്കാൻ വേണ്ടി ഗമ്മിട്ടിട്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നൂല് നല്ലോണം ഉണങ്ങി കഴിഞ്ഞാലാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ഫൈനലാണ്. ഇത് കഴിഞ്ഞ് മാലയുടെ വർക്കൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ ഈ ഭാഗത്ത് കുളത്ത് പിടിപ്പിച്ച് അതൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അവിടെയും ഓരോ ചക്കിരി വെച്ച് അമർത്തി കൊടുത്തു. ഇവിടെയും ഒരു ചക്കിരി വെച്ചു പ്രസ് ചെയ്ത്. ആദ്യം കുറച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുക. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ മതി. എന്നിട്ട് അതവിടെ ഉണങ്ങാൻ വയ്ക്കുക. ഇതാണ് ഞാൻ ചെയ്തത്. ഇന്നലെ ഒരു സഹോദരി റെഡ് ചോൻ്റെ വർക്ക് കാണണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യലാണിത്. എനിക്കിതിന് നല്ല ലോക്കറ്റ് കിട്ടി. ഇതിനൊരു മാച്ച് ലോക്കറ്റ് കിട്ടി. അതാണ് ഏറ്റവും സന്തോഷം. വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി വേറെ ഒന്ന് വെച്ചിട്ട് കാണിക്കാം. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ലതുപോലെ കാണാൻ പറ്റില്ല. ഇത് ഇളകി വീണ് പോകും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ കണ്ടല്ലോ, അത് നമ്മൾ കത്രി എടുത്തിട്ട് ഇപ്പോൾ ചക്കിരി വെച്ചത് കണ്ടല്ലോ, 2 സൈഡിലും അതൊന്ന് ഇതുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കാണ്, ആരും കാണില്ല. എന്നാലും ഒരു വൃത്തിക്ക് വേണ്ടി നമ്മളത് ചെയ്യുന്നതാണ്. ആ നൂലൊരിത്തിരി അവിടെ ഉണ്ടെന്ന് വിചാരിച്ചൊരു പ്രശ്നമൊന്നുമില്ല. എന്നാലും നമ്മൾ ചെയ്തതൊരു വൃത്തി വേണ്ട. ഒരു ഗോൾഡ് അല്ലാന്ന് തീരെ പറയില്ലല്ലോ. ഇതിപ്പോൾ നൂല് കാണുമ്പോൾ എന്തെങ്കിലും
ശരിക്കും ഗോൾഡിൻ്റെ മാല പോലെ തന്നെ ഉണ്ടല്ലോ. അത് പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്കും കൂടി അവസാനം ചെയ്യുന്നത്. കൈ കൊണ്ട് പ്രസ് ചെയ്ത് ഇത്ര ഞാനിനി മാല മറ്റേ നല്ലോണം ഞാനൊരു ഡിസ്പ്ലേ ചെയ്യാം. അത് നല്ലപോലെ. അതുപോലെ ഈ ലോക്കറ്റിൻ്റെ ഈ വശത്ത് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, അവിടെയും അടിയിൽ ഗമ്മ് വെച്ചിട്ട് ഇവിടെ ഓൾറെഡി ഒരു ചക്കിരി ആ ലോക്കറ്റിൻ്റെ മേലെ ആ ഡിസൈനിൽ തന്നെ ഉണ്ട്. ഞാനിവിടെ കണ്ടോ, ഇവിടെ ഞാൻ അത് 2 സ്ഥലത്തും ജോയിൻ ചെയ്തു ചക്കിരി വെച്ചിട്ടുണ്ട്. ഇവിടെയും വെച്ചിട്ടുണ്ട്, ഇവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാണ്. അതും ചെയ്യേണ്ടതാണ്. അത് പറയാൻ വിട്ടുപോയതുകൊണ്ട് ഒന്നും കൂടി പറയും. പൂർത്തീകരിച്ച മാലയാണ്. ആ ലോക്കറ്റിൻ്റെ ഈ 2 സൈഡിൽ കണ്ടല്ലോ, അവിടെ 2 സൈഡിലാണ് നമ്മൾ ജോയിൻ ചെയ്തത്. അതൊന്നും കാണുന്നേ ഇല്ല. നൂലൊന്ന് അവിടെ ഈ ലോക്കറ്റിന് തന്നെ ഒരു ചക്കിരീൻ്റെ ഒരു ഡിസൈൻ അവിടെ ഉണ്ട്. അതിൻ്റെ പുറകുവശത്ത് അത് കെട്ടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കെട്ടി യോജിപ്പിച്ചിട്ടാണ് ചെയ്തത്. ഇനി ഒന്ന് വേണമെങ്കിൽ ഇത് എല്ലാം നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് താഴോട്ടെല്ലാം ഒന്ന് നല്ലപോലെ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. നല്ലോണം എല്ലാ സ്ഥലത്തും ഒന്ന് ഒരുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. കുളത്തൊക്കെ വെച്ചിട്ടുണ്ട്. പണികൾ പൂർത്തിയായി. ഈ ലോക്കറ്റ് എനിക്ക് തോന്നുന്നു നന്നായി മാച്ച് ചെയ്ത പോലെ തോന്നുന്നു, ഗണപതിയുടെ ലോക്കറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും പ്രോത്സാഹനം തരിക. അഭിപ്രായങ്ങളും ലൈക്കും സബ്സ്ക്രിപ്ഷനും എല്ലാം ചെയ്യുക. ഓക്കെ, താങ്ക് യു.